ലുക്ക് അറ്റ് ദം ഇൻ ദ ഐ ആൻഡ് ഷോ ദം യു കെയർ ദം. ഇപ്പോൾ പ്രശ്നം ഉണ്ടാവുക, വൈഫ് നമ്മൾ പറഞ്ഞ് കേൾക്കാൻ തയ്യാറല്ല, അപ്പത്തിന് ഇങ്ങോട്ട് വെടിവെക്കും, അപ്പോൾ നമുക്ക് ദേഷ്യം വരും, അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചൊന്ന് പറയും. ഇറ്റ്സ് എൻ അമേസിങ് സ്കിൽ. അത്ര എളുപ്പമുള്ള സ്കില്ലല്ലത്. സംസാരിക്കാനാണ് എളുപ്പം, കേൾക്കാനാണ് ബുദ്ധിമുട്ട്. Greenlives Coaching and Training Solution. Be a brilliant listener. ഞാനൊരു ഓണ്ടർപ്രണർ, ഞാൻ കോച്ചിങ് ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു മിനിറ്റ് കേൾക്കില്ല, കോച്ച് ചെയ്യാൻ പറ്റില്ല. പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? സ്റ്റാഫുകൾ നിൽക്കുന്നില്ല. കാരണം ഇയാൾ ആര് പറഞ്ഞും കേൾക്കില്ല. ഇയാൾ ഇന്ന് റേഡിയോ പോലെയാണ്, അങ്ങോട്ട് മാത്രം സംസാരിക്കും. ആളുകളെന്നോ പെട്ടെന്ന് മടുത്തു. ടീച്ചേഴ്സ് പൊതുവെ അങ്ങനെയാണ്, പണ്ടത്തെ ടീച്ചേഴ്സൊക്കെ. ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ മക്കളാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം. ഇപ്പോൾ പിന്നെ ടീച്ചേഴ്സൊക്കെ മാറി, ഇപ്പോൾ ഇൻട്രാക്റ്റീവായി. മുമ്പത്തെ ടീച്ചേഴ്സാണ് പറഞ്ഞത്, ട്രഡീഷണൽ ടീച്ചേഴ്സൊക്കെ എന്താണ് ഒരു ഭാഗത്തേക്ക് മാത്രം. കേൾക്കാൻ തയ്യാറാവില്ല. കേൾക്കാതെ എങ്ങനെ നമുക്ക് ആളെ ഫീലിങ്സ് മനസ്സിലാവുക, ഇമോഷൻസ് മനസ്സിലാവുക, ബഡ്ജറ്റ് മനസ്സിലാവുക, സൈക്കോളജി മനസ്സിലാവുക, ടേസ്റ്റ് മനസ്സിലാവുക. കസ്റ്റമർക്ക് വിൽക്കണമെങ്കിൽ ആളെ ടേസ്റ്റ് മനസ്സിലാവണ്ടേ, ബഡ്ജറ്റ് മനസ്സിലാവണ്ടേ, പ്രിഫറൻസ് മനസ്സിലാവണ്ടേ, സ്റ്റൈല് മനസ്സിലാവണ്ടേ. അതിനെന്ത് ചെയ്യണം? ബി എ ബ്രില്യൻ. ആദ്യമൊക്കെ പറഞ്ഞിട്ട് ഗുഡാണ്, ഗുഡൊക്കെ വിട്ട് ബ്രില്യൻ, ബുദ്ധിമാനായ ശ്രോതാവുക. ബി എ ബ്രില്യൻ ലിസണർ ബിക്കോസ് വി ആർ ഗിവൺ 2 years. അദ്ദേഹം 2 ചെവി തന്നിട്ടുണ്ട്. ദൈവം എന്തിനാ തന്നിട്ടുണ്ടാവുക? കേൾക്ക്, കൂടുതൽ കേൾക്ക്, കുറച്ച് സംസാരിക്കുക. ബുദ്ധിമാന്മാർ പൊതുവെ കൂടുതൽ കേൾക്കുക ചെയ്യുക. എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധി കുറവേ. കാരണം അവർക്ക് കേൾക്കാൻ വിസ്ഡം കിട്ടൂല, ഇൻസൈറ്റ്സ് കിട്ടൂല. കാരണം ഒന്നും കേൾക്കണില്ലല്ലോ, ഫുള്ള് സംസാരിക്കല്ലേ. വിസ്ഡം കിട്ടണമെങ്കിൽ, ഇൻസൈറ്റ്സ് കിട്ടണമെങ്കിൽ ലിസൺ വെരി കെയർഫുള്ളി. ബി എ ബ്രില്യൻ ലിസണർ. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ലിസൺ. എത്ര ചൂടൻ കസ്റ്റമർ ആണെങ്കിൽ, ഞാൻ ഈ ടിപ്പ് ഈ മൊബൈൽ സ്റ്റോറിലൊക്കെ ചിലപ്പോൾ കസ്റ്റമേഴ്സ് എന്നിട്ട് എന്ത് ചെയ്യും, അലമ്പാക്കും, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, ഷൗട്ട് ചെയ്യും. ബട്ട് ഇഫ് യു ലിസൺ വെരി കെയർഫുള്ളി, ഹി വിൽ കാം ആൻഡ് ഡൗൺ. നിങ്ങൾ തിരിച്ച് പറയുമ്പോഴേ ദേഷ്യം വരുള്ളൂ. ഓക്കെ സർ, ഇറ്റ്സ് അബ്സല്യൂട്ട്, വി ആർ എക്സ്ട്രീംലി സോറി, നമ്മളിത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വി അപ്പോളജൈസ്. ഒരാൾ പിന്നെ കൂളാവും. അങ്ങനത്തെ കസ്റ്റമേഴ്സ് കൂടുതൽ സാധനം പിന്നെ പർച്ചേസ് ചെയ്തിട്ട് പോവുക. ഈ ചൂടന്മാരെ കാര്യം കൂടുതൽ പർച്ചേസ് ചെയ്യുക. നമ്മളൊന്ന് കൂളായാൽ മതി, നമ്മളൊന്ന് ലിസൺ ചെയ്താൽ മതി. നമ്മൾ ലിസൺ ചെയ്യാൻ തയ്യാറല്ല, ആർക്കും ലിസൺ ചെയ്യാൻ നേരമല്ല, പറയണ താല്പര്യമുള്ളൂ. സോ ലിസൺ, ബി എ ബ്രില്യൻ ലിസണർ. ഡു നോട്ട് ടോക്ക് when you are listening. Do not talk when you are listening. Shukur is an amazing listener. Do not talk when you are listening. നമ്മൾ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക വീട്ടിൽ? തോക്ക് കയറി വെടിയൊക്കെയല്ലേ എന്ന് പറയും അല്ലേ? എപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക? വൈഫ് നമ്മൾ പറഞ്ഞ് കേൾക്കാൻ തയ്യാറല്ല, അപ്പത്തിന് ഇങ്ങോട്ട് വെടിവെക്കും, അപ്പോൾ നമുക്ക് ദേഷ്യം വരും, അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചൊന്ന് പറയും. അതിനുശേഷം ഉണ്ടാക്കുകയാണെങ്കിലോ ഇയാൾ കൂളാവും. തിരിച്ചു അങ്ങനെ തന്നെ. ലിസൺ ചെയ്യുമ്പോൾ സംസാരിക്കരുത്, ഇടയ്ക്ക് കയറി പറയരുത്. ലിസൺ അഗ്രസീവ്ലി വിത്ത് ഫുൾ സ്കോപ്പ് ഓഫ് അറ്റൻഷൻ. ലിസൺ ചെയ്യുമ്പോൾ കയറി സംസാരിക്കരുത്. നല്ല ടോപ്പ് സെയിൽസ് പീപ്പിൾ ലിസൺ ചെയ്യുമ്പോൾ സംസാരിക്കൂല. ദേ ലിസൺ വെരി കെയർഫുള്ളി. ഐ തിങ്ക് ഷബീബ് ഈസ് എ വെരി ഗുഡ് ലിസണർ. വളരെ നമുക്ക് ഫീൽ ചെയ്ത് ഈസ് എൻ അമേസിംഗ് ലിസണർ. ഷബീബ് നല്ല ലിസണറാണ്. So that is why people love him, because he is a very good listener, amazing listener, brilliant listener. So listen to people. It's an amazing skill. അത്ര എളുപ്പമുള്ള സ്കില്ലല്ലത്. സംസാരിക്കാനാണ് എളുപ്പം, കേൾക്കാനാണ് ബുദ്ധിമുട്ട്. സംസാരിക്കാൻ ആർക്കും പറ്റും. Listening is it's an amazing skill. Practice it. Continuous practice, you can achieve it. Then the fourth one, look at them in the eye and show them you care them. Caring is, business. Caring. Reliability, care. 3 കാര്യങ്ങൾ കൂടുന്നതാണ് സെയിൽ. ഇതിലൊന്ന് കെയർ ആണ്. യു കെയർ യുവർ കസ്റ്റമർ. എത്ര നല്ല. ഞാൻ ഇപ്പോൾ റീസെൻ്റ് മിനിഞ്ഞാന്നാണ് ഞാൻ ഷൂട്ട് എടുത്തത്. ഞാൻ ഇവിടെ LP വന്ന സമയത്ത് അമേസിങ് കെയർ. ഞാൻ 2 സെയിൽസ് പീപ്പിളിനാണ് എന്നെ ഇമ്പ്രസ് ചെയ്തത്. ഒന്ന് പാർക്ക് അവന്യൂ, ഒന്ന് ആസ്റ്റർ മിംസ്, ഒന്ന് ലാസ്റ്റ് വീക്ക് ഞാൻ LP പോയ സമയത്തുണ്ടായ അമേസിങ് കെയർ.
ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഐഡിയ ഫാക്ടറി ഞങ്ങൾ 2016 ദുബായ് പോയ സമയത്താണ് ഞാൻ സൂട്ട് ആദ്യമായിട്ട് വാങ്ങുന്നത്. ആ സമയത്ത് അവിടെ പോയപ്പോൾ ദർ വാസ് എ ഗുജറാത്തി സെയിൽസ് ഗേൾ, അമേസിങ് സെയിൽസ് ഗേൾ. കാരണം അന്ന് എനിക്ക് സൂട്ട് ധരിക്കാൻ പരിചയമില്ല, എങ്ങനെ സൂട്ട് ധരിക്കുക എന്നുള്ളത് ഇപ്പോഴും ഐ ഡോണ്ട് നോ ഹൗ ടു വിയർ ടൈ. Greenlives Coaching and Training Solution.